കോടതി വിധികൾ നിയമം മാത്രം പറയുന്ന രേഖകളാണോ? അതോ അവ ഇരകളുടെ അന്തസ്സിനെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെയും സ്വാധീനിക്കുന്ന ശക്തമായ സന്ദേശങ്ങളാണോ? ഈ ചോദ്യത്തിന് മറുപടിയായാണ് സുപ്രീം കോടതി രാജ്യത്തെ വിചാരണ കോടതികളിലെ ജഡ്ജിമാർക്കായി പുതിയ ജെൻഡർ സെൻസിറ്റീവ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസുകളിലെ വിചാരണാ വേളയിൽ അതിജീവിതമാർ നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടുകളും കോടതികളിലെ പരുഷമായ സമീപനങ്ങളും തടയുന്നതിനാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്. ജഡ്ജ്മെന്റ്സ് ആൻഡ് ജെൻഡർ സെൻസിറ്റിവിറ്റി ആൻഡ് കമ്പാഷൻ ഇൻ റൈറ്റിംഗ് ജഡ്ജ്മെന്റ്സ് എന്ന പുതിയ റിപ്പോർട്ടിലൂടെ കോടതികളിൽ കൂടുതൽ മനുഷ്യത്വപരമായ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് സുപ്രീം കോടതി ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമായത്? ഇനി ജഡ്ജിമാർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഈ മാറ്റം നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. മുൻ സുപ്രീം കോടതി ജഡ്ജിയും നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ഡയറക്ടറുമായ ജസ്റ്റിസ് അനിരുദ്ധ ബോസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് ഈ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 125 ട്രയൽ കോടതി വിധികൾ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 2023 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ കാലത്ത് പുറത്തിറക്കിയ ലിംഗപരമായ സ്റ്റീരിയോ ടൈപ്പുകൾ ഒഴിവാക്കാനുള്ള ഹാൻഡ്ബുക്കിന്റെ തുടർച്ചയായാണ് ഈ പുതിയ റിപ്പോർട്ട് വരുന്നത്. എന്നാൽ സ്റ്റീരിയോ ടൈപ്പ് പദപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിനപ്പുറം വിചാരണ കോടതികളിലെ പ്രായോഗിക നടപടികളിലേക്കും ഇരകളുടെ മാനസിക ആഘാതങ്ങളിലേക്കുമാണ് ഈ പുതിയ റിപ്പോർട്ട് വെളിച്ചം വീശുന്നത്. ലൈംഗിക അതിക്രമം, ഗാർഹിക പീഡനം, സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജഡ്ജിമാർ കൂടുതൽ കരുതലോടെയും മുൻവിധികളില്ലാതെയും സമീപിക്കണമെന്നാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇത് നിയമം മാറ്റുന്ന രേഖയല്ല, മറിച്ച് കോടതി നടപടികളിലും വിധികളിലും സ്വീകരിക്കേണ്ട മികച്ച രീതികൾ നിർദ്ദേശിക്കുന്ന മാർഗരേഖയാണ്. ലൈംഗിക അതിക്രമണത്തിന് ഇരയാകുന്നവർ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും പലപ്പോഴും വേദനാജനകമായ ചോദ്യങ്ങളെയും പരാമർശങ്ങളെയും നേരിടേണ്ടി വരുന്നുണ്ട്. സന്ധി ചെയ്യൂ, കുടുംബം തകർന്നു പോകില്ലേ, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടാണോ പരാതി നൽകാൻ വന്നത് തുടങ്ങിയ മോശം പരാമർശങ്ങൾ അതിജീവിതമാരെ നിയമവ്യവസ്ഥയിൽ നിന്ന് അകറ്റുകയേ ഉള്ളൂ എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് പരിഹാരമായി കമ്പാഷനേറ്റ് കോർട്ട് പ്രാക്ടീസസ്, അതായത് കാരുണ്യത്തോടെയുള്ള കോടതി നടപടികൾ ജഡ്ജിമാർ പാലിക്കണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിക്കുന്നു. സുപ്രീം കോടതിയുടെ വിലയിരുത്തലിൽ ചില കേസുകളിൽ കോടതി ഭാഷയും നിരീക്ഷണങ്ങളും ഇരകളെ വീണ്ടും മാനസികമായി വേദനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ സെക്കൻഡറി വിക്ടിമൈസേഷൻ അഥവാ രണ്ടാം ഘട്ട മാനസിക ആഘാതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജഡ്ജിമാർ നിയമപരമായ വിലയിരുത്തലിനൊപ്പം മനുഷ്യ സഹജമായ സമീപനവും സ്വീകരിക്കണമെന്ന് റിപ്പോർട്ട് ഊന്നി പറയുന്നത്. വിധികളിൽ ഒഴിവാക്കേണ്ട ചില പ്രത്യേക പദപ്രയോഗങ്ങളും പുതിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, വിധിന്യായങ്ങളിൽ അഭയമില്ലാത്ത സ്ത്രീ അഥവാ ഹെൽപ്ലെസ് വുമൺ എന്നതിന് പകരം അതിജീവിത അഥവാ സർവൈവർ കംപ്ലൈനന്റ് എന്ന് ഉപയോഗിക്കണം. കുറ്റകൃത്യം സ്ത്രീയുടെ ആത്മാവിനെ തകർത്തു, സ്ത്രീയുടെ പവിത്രത നഷ്ടപ്പെട്ടു എന്നതിന് പകരം സംഭവം അതിജീവിതയ്ക്ക് കടുത്ത മാനസിക ആഘാതമുണ്ടാക്കി എന്ന് വ്യക്തമാക്കണം. കൂടാതെ സ്ത്രീകൾ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ വസിക്കുന്നു തുടങ്ങിയ മതപരവും സാംസ്കാരികവുമായ പരാമർശങ്ങൾ വിധിന്യായങ്ങൾ ഒഴിവാക്കണമെന്നും കോടതികൾ കർശനമായി നിയമപരമായ അവകാശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം. ഇരയുടെ സ്വഭാവം, വസ്ത്രധാരണം, പഴയ വ്യക്തിബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിശ്വാസ്യത വിലയിരുത്തരുത്. സമ്മതം അഥവാ കൺസെന്റ് സംബന്ധിച്ച നിയമതത്വങ്ങൾ കർശനമായി പാലിക്കണം. കോടതി മുറിയിലെ ചോദ്യങ്ങളും പരാമർശങ്ങളും ഇരയെ അപമാനിക്കുന്ന തരത്തിലാകരുത്. വിധികൾ എഴുതുമ്പോൾ അനാവശ്യമായ വിവരണങ്ങളും മുൻവിധി സൃഷ്ടിക്കുന്ന പരാമർശങ്ങളും ഒഴിവാക്കണം. കോടതിയിലെ എല്ലാവരോടും മാന്യവും സഹാനുഭൂതിയോടെയും പെരുമാറണം. ഈ മാർഗനിർദ്ദേശങ്ങൾ നിലവിലെ ഒരു നിയമത്തെയും പൊളിച്ചെഴുതുന്നില്ല, ശിക്ഷയുടെ അളവും മാറ്റുന്നില്ല. എന്നാൽ കോടതി നടപടിക്രമം കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതമാകും. ഇരകൾക്ക് കോടതിയിൽ കൂടുതൽ സുരക്ഷിതത്വ ബോധം ലഭിക്കും. ലിംഗാധിഷ്ഠിത മുൻവിധികൾ വിധികളിൽ കടന്നുവരാനുള്ള സാധ്യത കുറയും. നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജന വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കും. കേവലം നിയമജ്ഞാനം മാത്രമല്ല, ഇമോഷണൽ കോഷ്യന്റ് അഥവാ വൈകാരിക ബുദ്ധിയും ജഡ്ജിമാർക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇരകളെ വീണ്ടും മാനസിക ആഘാതത്തിലേക്ക് തള്ളിവിടാത്ത തരത്തിലുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ഈ പുതിയ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ നിർണായക വഴിത്തിരിവാകും. 2023 സുപ്രീം കോടതി ലിംഗാധിഷ്ഠിത സ്റ്റീരിയോ ടൈപ്പുകൾ ഒഴിവാക്കുന്നതിനുള്ള ഒരു ഹാൻഡ്ബുക്ക് പുറത്തിറക്കിയിരുന്നു.
ഇപ്പോൾ പുറത്തിറക്കിയ റിപ്പോർട്ട് അതിൻ്റെ തുടർച്ചയാണ്. നീതി ലഭിക്കുകയെന്നത് ശിക്ഷ വിധിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ നീതി എങ്ങനെ നടപ്പാക്കുന്നു എന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഒരു കോടതി വിധി നിയമപരമായി ശരിയായിരിക്കാം, പക്ഷേ അതിലെ ഭാഷാപ്രയോഗം ഇരയെ വീണ്ടും വേദനിപ്പിക്കുന്നതാണെങ്കിൽ നീതിയുടെ ലക്ഷ്യം പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത്, നീതി നിഷ്പക്ഷമായിരിക്കണം, അതോടൊപ്പം മനുഷ്യസഹജവും അന്തസ്സിനെ മാനിക്കുന്നതുമായിരിക്കണം. സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ ഏറ്റവും പുതിയ സന്ദേശവും ഇതുതന്നെയാണ്.